പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഒരു അഭിപ്രായം നമ്മളെ മഹല്ല് കമ്മിറ്റിക്ക് ഇല്ല കേട്ടോ. അതുണ്ടാവില്ലല്ലോ. അത് അതിലും വലിയ കള്ളന്മാരാണ് കാരണം അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം ഉസ്താദ് വന്നതിന് ശേഷം മഹല്ലിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിക്കണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിക്കണം. നമ്മളെ മദ്രസയിൽ പുതിയ കെട്ടിടം വന്നത് ഉസ്താദ് വന്നതിന് ശേഷമല്ലേ? ഉസ്താദിന്റെ കയ്യിലിരിക്കുന്ന പൈസ എത്രയല്ലേ കൊടുത്തത്? ഈ പാവങ്ങളെ അതേ നാവുകൊണ്ട് തന്നെ ഈ ആൾക്കാരോട് ഓരോന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കി, അത്രയല്ലേ ഉള്ളൂ. ഉസ്താദ് പറഞ്ഞപ്പോ ആൾക്കാർ കൊടുത്താൽ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്താ ചായിക്കോ. ഈ 10-18 ദിവസം കൂടുമ്പോ ഈ മട്ടനും ചിക്കനും മേടിക്കാൻ സാധാരണക്കാരാണ് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. നിങ്ങൾ ഉസ്താദുമാർക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഞങ്ങള് മനസ്സിൽ പൊരുത്തത്തോടെ തരുന്നത് തിന്നാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വന്നിട്ട് നാളെ കെട്ടുന്ന ഒരു നിസ്കാരത്തായമ്പോ ഒട്ടിച്ചതും വെച്ചിട്ട് വന്നിട്ട് ഉസ്താദിനെ അതിട്ടോ, ഉസ്താദിന് കറു വരട്ടോ കിട്ടോ, ഉസ്താദിന് മട്ടൻ കിട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും തരില്ല. അയക്കോറൊന്നും കൊടുക്കാം. അപ്പത്തെ കണ്ടീഷനില്ല. കുട്ടികൾക്ക് അയക്കോറ 4 കഷ്ണമുള്ളത് കുട്ടികൾക്ക് പൊരിക്കണം. മത്തി ചാറും പപ്പടം പൊരിച്ചതും വേണമെങ്കിൽ ഇത്തിരി പയറുപ്പേരും തരാം. അതുങ്ങളെ തൊടുവില് പണിയെടുക്കണ തെങ്ങനെ തടം തുറക്കണേ, പണിക്കാർക്ക് കൊടുത്തോളാം. ആയിക്കോട്ടെ, ഞങ്ങള് തൊടുവിന് തടെടുക്കുന്ന ആൾക്കാർക്ക് കൊടുത്തോളാം. ഓലിക്ക് എന്തെങ്കിലും കൊടുത്താലേ പടച്ചോന്റെ അടുത്ത് നല്ല കൂലി കിട്ടും. കാരണം ആ പാവങ്ങൾ 5 നിസ്കരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളുടെ കള്ളുസ്താദ് അങ്ങനല്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ പണി ഉണ്ടാവണ്ട. മിഞ്ഞാന്ന് 500 എന്നത് എന്താ കാട്ടിയത്? അജോ പണിയുള്ളപ്പോ തിരിച്ചു തരും. എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു ആ 500 എന്താ കാട്ടിയത് എന്നുള്ളത്. ആ കള്ളും കുടിച്ചിട്ട് കൂത്താടിയിട്ടേ ആ പെണ്ണിന് നല്ല തലയിലായിരുന്നു. മതി 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 മതി. നിങ്ങളുടെ കള്ളു കുടിച്ചിട്ട് എന്താ അഹങ്കാരം.